നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതിന് നമുക്ക് ഇച്ചിരി ഒരു ചോപ്പറിനകത്തോടെ 2 പച്ചമുളക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട്, ഒരു 2 സവോള. ഇതിപ്പോൾ ഞാൻ 4 പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. 2 സവോള. ആ സവോള അരിഞ്ഞ് നമുക്ക് ഈ ചോപ്പറിനെ ചെറുതായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. 2 സവോളയുടെ അരിഞ്ഞ് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് ഒരു 2 ചെറിയ ക്യാരറ്റ് അരിഞ്ഞ്, ഇച്ചിരി കരിവേപ്പില. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാബേജോ വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഇടാം. ക്യാപ്സിക്കം എന്തെങ്കിലും ഇടാം. ഇച്ചിരി കരിവേപ്പില. അത് കഴിഞ്ഞ് കുറച്ച് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുരിങ്ങയില. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മുരിങ്ങയില. ഞാൻ ഒരു പൊടി കഴുകി വെച്ചേക്കുന്ന, അത് കഴുകി ആ മുരിങ്ങയില കൂടെ ഒരു പിടി മതി, ഒത്തിരി ഇല വേണ്ട. ഇതാണ് നമ്മുടെ ഹെൽത്തി. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില. ഇത് കഴുകി വെച്ചേക്കുന്ന മല്ലിയിലയാണ്, നല്ല ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയിലയാണ്. അതിൻ്റെ കുറച്ച് മല്ലിയിലയോടെ ഇട്ട് നമുക്കിതൊന്ന് ഒന്നുകൂടെ അടിക്കാം. എന്നിട്ട് അതിനെ ഈ അടിച്ചെടുത്ത് ഇത്ര ഇങ്ങനെ മതി, ചതഞ്ഞാൽ മതി. ഒത്തിരി അങ്ങ് അരയണ്ട. ഉള്ളി ഓൾറെഡി അരഞ്ഞതല്ലേ. അതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു ബൗളിനകത്തോട്ട് ഈ അരച്ചെടുത്തതിനെ മാറ്റാം. ചതഞ്ഞാൽ മതി. എന്നിട്ട് അതിലോട്ട് നമുക്ക് മുട്ട, ഞാനിപ്പം 3 മുട്ട എടുക്കുന്നേ. ഒരാൾക്ക് ഇത് ഇല്ലാതെ ഉണ്ടാക്കുന്നത്. 3 മുട്ട എടുത്തു. അതിനകത്തോട് നമുക്ക് അത് ഇച്ചിരി പെപ്പർ, ഓൾറെഡി പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടതാണ്, അതനുസരിച്ചുള്ള മതി. ശകലം പെപ്പർ, കുറച്ച് സോൾട്ട്, ഉപ്പ്. ആ മസാലയ്ക്കെല്ലാം കൂടെ ഉള്ള ഉപ്പ് വേണം. ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, ഉള്ളിക്കൊക്കെ ഉള്ള ഉപ്പ് ഇട്ടിട്ട് ഇതിനെ നല്ലതായിട്ടൊന്ന്, ബീറ്ററൊന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് സ്പൂണിട്ട് ഇളക്കിയാൽ മതി. ബീറ്ററൊന്നും ഇട്ട് അടിക്കണ്ട. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി പാലൊഴിക്കാം. പക്ഷേ പാലൊഴിച്ചാൽ ഒത്തിരി അങ്ങ് ലിക്വിഡ് പോയിട്ട് വേഗം താമസിക്കും. അതുകൊണ്ട് ഞാൻ പാലൊഴിക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ദോശക്കല്ല് വെച്ചു, ഇച്ചിരി എണ്ണ അതിലൊന്ന് സ്പ്രെഡ് ചെയ്തു. നല്ലതായിട്ട് ചൂടായി. ചെറിയ തീ മതി, മീഡിയം തീ. ഒത്തിരി തീ വേണ്ട. മീഡിയം തീയിൽ വെച്ചിട്ട് ഇതായാലും പകുതി ഞാൻ അങ്ങോട്ട് ഒഴിക്കുക. പകുതി ഒഴിച്ചിട്ട് നല്ല സ്പ്രെഡ് ചെയ്യുക, എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. തീ മീഡിയത്തിലിരിക്കണം. എപ്പോഴും തീ മീഡിയത്തിലിരുന്നിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതിനെ നമുക്ക് മൂടി വെക്കുക. അതിനെ കവർ ചെയ്ത് അങ്ങനെ വെച്ചു. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം. ഒരുമാതിരി വെന്തിട്ടുണ്ട്. മേൽവശം കുറച്ചുകൂടെ വേകാനുണ്ട്. അടിയൊന്ന് ഇച്ചിരി തീ കൂടിപ്പോയി. തിരിച്ചു വിട്ടു. അതുപോലെ തിരിച്ചു വിട്ടിട്ട് 2 സൈഡും വെന്തു. നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇതിനകത്തിപ്പം കരിയാപ്പലയുണ്ട്, മുരിങ്ങയിലയുണ്ട്, മല്ലിയിലയുണ്ട്. അത്രയും ലീവ്സ് ഉണ്ട്, അത്രയും ഫൈബറാണ്. ആ ഫൈബറിന് വേണ്ടി ഇത് ഉണ്ടാക്കിയേക്കുന്നത്. മുരിങ്ങയിലയുണ്ട്, കരിയാപ്പലയുണ്ട്, മല്ലിയിലയുണ്ട്. നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്. ഡ്രം സ്റ്റിക്ക് ഓംലെറ്റ് റെഡിയായി.